ഇങ്ങനത്തെ ഒരു ആനിമേഷൻ വീഡിയോ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ജോഷ് ആൻഡ് വെൽക്കം ടു ദ 5th എപ്പിസോഡ് ഓഫ് ആബ്സല്യൂട്ട്ലി എനിത്തിങ്. സോ ഒരു വീഡിയോ എന്ന് പറയുന്നത് കുറേ ഫോട്ടോസ് ഫുൾ സ്പീഡിൽ ഒരേ സമയത്ത് നമ്മൾ കാണുമ്പോഴാണ് അത് നമുക്ക് മൂവിങ് ആയിട്ട് തോന്നുന്നത്. അങ്ങനെ നമുക്കൊരു മോഷൻ പിക്ചർ കിട്ടുന്നത്. സോ ആ ടെക്നിക്ക് യൂസ് ചെയ്താണ് നമ്മൾ ഈ ആനിമേഷൻ ചെയ്യാൻ പോകുന്നത്. കുറേ ഫോട്ടോസ്, ഇഷ്ടം പോലെ ഫോട്ടോസ് എടുത്തിട്ട് അത് നമ്മൾ ഫുൾ സ്പീഡിൽ മൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് അത് ആനിമേറ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. സോ ഫ്രണ്ട്സ്, ഇതാണ് നമുക്ക് സ്റ്റോപ്പ് മോഷൻ ആനിമേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള സെറ്റപ്പ്. അതിനുവേണ്ടി നമുക്ക് വേണ്ടത് നമുക്ക് ആനിമേറ്റ് ചെയ്തെടുക്കാനുള്ള ക്യാരക്ടേഴ്സ്, നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് വേണം, നല്ലൊരു സെറ്റപ്പ്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ക്യാമറയാണ്. നമ്മുടെ ക്യാമറ സ്റ്റഡി ആയിട്ട് എവിടെയെങ്കിലും ഒരിടത്ത് പ്ലേസ് ചെയ്യണം. നമ്മുടെ ഫ്രെയിം നമ്മൾ സെറ്റ് ചെയ്തിട്ട് ക്യാമറ സ്റ്റഡി ആയിട്ട് ഒരു ടേബിളിൽ പുറത്തോ അല്ലെങ്കിൽ ഒരു ട്രൈപോഡിൽ എവിടെ വേണമെങ്കിലും നമ്മൾ സെറ്റ് ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ ഓരോ ഫോട്ടോസ് എടുക്കാൻ പോകുന്നത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യത്തെ ഒരു ഫോട്ടോ എടുത്തു. എന്നിട്ട് നമ്മൾ അടുത്തൊരു മൂവ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി സ്ലൈറ്റായിട്ട് നമ്മുടെ ക്യാരക്ടേഴ്സിനെ മൂവ് ചെയ്തു. പിന്നെ ഒരു ഫോട്ടോ എടുത്തു. ഇങ്ങനെ ഓരോ ഫോട്ടോ എടുക്കാനനുസരിച്ച് നമ്മൾ ഓരോ ഫ്രെയിം ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു 5 സെക്കൻഡ് വീഡിയോ ആനിമേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ നമ്മൾ 1 സെക്കൻഡിൽ 12 ഫോട്ടോ വെച്ച് അങ്ങനെ 60 ഫോട്ടോസ് വേണം എടുക്കാൻ. അപ്പോൾ നമ്മളങ്ങനെ ഓരോ ഫ്രെയിമിൽ ക്യാരക്ടറിനെ മൂവ് ചെയ്യുന്നു, ഫോട്ടോ എടുക്കുന്നു, പിന്നെ നമ്മൾ ക്യാരക്ടറിനെ മൂവ് ചെയ്യുന്നു, ഫോട്ടോ എടുക്കുന്നു. അങ്ങനെ നമുക്ക് വേണ്ടി അത്രയും ഫോട്ടോസ് നമ്മൾ എടുക്കുക അൻറ്റിൽ നമ്മുടെ മനസ്സിലുള്ള ആ സ്റ്റോറി ഫിനിഷ് ആവുന്നതിനും വരെ. നമ്മൾ നമ്പർ ഓഫ് ഫോട്ടോസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ആ വീഡിയോയ്ക്ക് ഒരു സ്മൂത്ത്നെസ് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ 1 സെക്കൻഡിൽ 12 ഫോട്ടോസ് വെച്ച് എടുക്കണമെങ്കിൽ അപ്പോൾ അതിന് വീഡിയോ ഒരു ചോപ്പി ആയിട്ടിരിക്കും, പക്ഷേ എന്നാലും നമുക്ക് ആനിമേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞു. കുറച്ച് കഷ്ടപ്പാടാണ്, പക്ഷേ എന്നാലും അത് ഫണ്ണായിരുന്നു. ഇനി നമുക്കത് കൈൻ മാസ്റ്റർ ഓപ്പൺ ചെയ്തിട്ട് നമുക്കത് ഇമ്പോർട്ട് ചെയ്യണം. നമ്മളിപ്പോൾ എടുത്ത ഫോട്ടോസൊക്കെ 1 by 1 ആയിട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പോകാൻ അതിൻ്റെ കറക്റ്റ് ഓർഡറിൽ. സോ അതിൻ്റെ വീഡിയോ എടുത്തു, എന്നിട്ട് ക്യാമറയിൽ നിന്ന് നമ്മൾ ഓരോന്നായിട്ട് ഇമ്പോർട്ട് ചെയ്യുക. നമ്മൾ ആനിമേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോയുടെ ലെങ്ത് അനുസരിച്ച് അതിൻ്റെ നമ്പർ ഓഫ് ഫോട്ടോസും കൂടും. സോ നമ്മുടെ ഫോണിൽ അത്യാവശ്യം സ്പേസ് ഉണ്ടോ എന്ന് നമ്മളെപ്പോഴും ചെക്ക് ചെയ്യണം. അങ്ങനെ നമ്മുടെ ഫോട്ടോസൊക്കെ 1 by 1 ആയിട്ട് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ സ്പീഡ് ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു മോഷൻ കാണാം. അതൊരു ചെറിയ വീഡിയോ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ഫോട്ടോസും സെലക്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ലെങ്ത്ത് കുറയ്ക്കണം. അതായത് ലെസ് ദാൻ 1 സെക്കൻഡ്. അത് നമുക്ക് ഡ്രാഗ് ചെയ്ത് കുറയ്ക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ എല്ലാ ഫോട്ടോസും നമ്മളിങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ അതിൻ്റെ ലെങ്ത്ത് കുറച്ച് വിടണം. കുറച്ച് ടയറിങ് പ്രോസസ്സാണ്, പക്ഷേ എന്നാലും ഇറ്റ്സ് വർത്ത് ഇറ്റ്. എല്ലാ ഫോട്ടോസും നമ്മൾ ട്രിം ചെയ്ത് ചെറുതാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അടുത്തത് എക്സ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളൊരു പുതിയ പ്രോജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ മീഡിയയിൽ നിന്ന് നമ്മൾ നേരത്തെ എക്സ്പോർട്ട് ചെയ്ത വീഡിയോ നമ്മൾ ഒന്നുകൂടെ ഇമ്പോർട്ട് ചെയ്യണം. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളിത് സെലക്ട് ചെയ്തിട്ട് ഒരു ശകലം കൂടി നമ്മൾ സ്പീഡ് കൂട്ടും, ആ ഒരു സ്മൂത്ത്നെസ് കിട്ടാൻ വേണ്ടി വീഡിയോയ്ക്ക്. ആ സ്പീഡ് കൂട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വീഡിയോയ്ക്ക് ഇപ്പോൾ ഒരു ഫ്ലോ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ഇതൊന്ന് റീസൈസ് ചെയ്യാൻ പോവാണ്. റീസൈസൊക്കെ ചെയ്ത് നമുക്ക് വേണ്ടിയ ഫ്രെയിം കിട്ടി. ഇനി നമുക്ക് ഇതിന് കുറച്ച് കളറിങ് ആഡ് ചെയ്യാം. അതിന് നമുക്ക് കളർ അഡ്ജസ്റ്റ്മെൻറ്റ് എടുക്കുക, എന്നിട്ട് വേണ്ടിയ പോലെ കളറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് സൗണ്ട് എഫക്ട്സ് ആണ്. നമുക്ക് വീഡിയോയ്ക്ക് നമുക്ക് കുറച്ച് സൗണ്ട് ആഡ് ചെയ്യാം. അതിന് നമ്മൾ വോയിസ് സെലക്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക് നമ്മുടെ രീതി നമുക്ക് ഇതിന് വോയിസ് കൊടുക്കാം, ഡയലോഗ്സോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിതിന് കുറച്ച് ഓവർലേ ആഡ് ചെയ്യാം. നമുക്കിതിൻ്റെ കൈൻ മാസ്റ്റർ സ്റ്റോറിയിൽ നിന്ന് തന്നെ നമുക്ക് കുറേ ആനിമേഷൻ ഓവർലേസ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ കുറച്ച് സ്പീഡ് ലൈൻ എന്ന് പറഞ്ഞ ഓവർലേസ് ഉണ്ട്. അത് ഓൾറെഡി പ്രീസെറ്റ് ആയിട്ടുള്ള ആനിമേഷനാണ്. അത് ഇതുപോലത്തെ ഉള്ള നല്ല മോഷൻസൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും.
നമ്മളുടെ ഓവർലേ നമ്മൾ വേണ്ടിയെടുത്ത് പൊസിഷൻ എടുക്കുക, അതിൻ്റെ ടൈമിംഗ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുക, എന്നിട്ട് നമ്മൾ സെറ്റ് ചെയ്യുക. ഞാനങ്ങനെ 2-3 ഓവർലേസും കൂടി എടുത്ത് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി ഓരോ ആക്ഷനും ഞാൻ ഓരോ ഓവർലേസൊക്കെ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ വേണ്ടിയ ഫ്രെയിംസ് ഞാൻ കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ എൻ്റെ ഒരു വോയിസ് ആഡ് ചെയ്തിട്ട് എൻ്റെ വോയിസ് ചേഞ്ചർ എന്നൊരു ഓപ്ഷനിൽ കൂടെ എൻ്റെ വോയിസൊക്കെ എഫക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിന് വേണ്ടി ചില സ്മോളായിട്ടുള്ള സൗണ്ട് എഫക്ട്സും ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ആഡ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും സ്റ്റോപ്പ് മോഷൻ ആനിമേഷൻ്റെ ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. ഇതുപോലെ നിങ്ങളുടെ വീട്ടിലുള്ള ലൈഫ്ലെസ് ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ നമുക്ക് സുഖമായിട്ട് ആനിമേറ്റ് ചെയ്തെടുക്കാം. സോ ബി ക്രിയേറ്റീവ്, ഗെറ്റ് മോർ പ്രൊഡക്റ്റീവ്. Until the next video, bye.